നമ്മുടെ ഈ ബന്ധം വേർപ്പെടുന്ന കാര്യം അപ്പവും ആളും ഒന്നും അറിയണ്ട. സന്തോഷത്തോടെ കുറച്ചുകാലം കൂടി അവർ അച്ഛൻ്റെ പിന്നാലെ കളിച്ച് നടക്കട്ടെ. ഡിവോഴ്സ് പേപ്പറിൽ വീണ കണ്ണുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു. മ്യൂച്വൽ പെറ്റീഷൻ ആകുമ്പോൾ കാര്യം എളുപ്പത്തിൽ നടക്കും. എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടെങ്കിൽ പറയാം, നമുക്കത് കോടതിയിൽ വെച്ച് തന്നെ സെറ്റിൽ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഒരു തലവേദന ഉണ്ടാക്കും, പിന്നെ കാലതാമസവും. വക്കീൽ പറയുന്നില്ലെന്ന് എന്നെ ശ്രദ്ധ പിടിക്കുന്നില്ല. പ്രിയയുടെ കരച്ചിലാണ് കാതുകളിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പുവിനെയും ആളുവിനെയും എനിക്ക് വേണം, അത് മാത്രം മതി എനിക്ക്. അവർ വീട്ടുകാരെ എനിക്ക് സമ്മതമല്ല, വേറെ എന്തുകൊണ്ടെന്ന് എനിക്ക് ചോദിക്കാം. എന്നാൽ ഇതിനൊന്നും എനിക്ക് സമ്മതമല്ല. ദേഷ്യത്തോടെ കാസേരെ പിന്നിലേക്ക് തള്ളിയവൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മ്യൂച്വൽ പെറ്റീഷൻ അല്ലെങ്കിലും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ഡിവോഴ്സ് ചെയ്യാൻ വാങ്ങിത്തരും. വക്കീൽ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ദേഷ്യത്തോടെയുള്ള എൻ്റെ ആ നോട്ടത്തിൽ അയാളുടെ പുഞ്ചിരി മാഞ്ഞു. ഞാനും ഇറങ്ങി പ്രിയയുടെ പിന്നാലെ നടന്നു. പെട്ടെന്നൊരു ദിവസം കൊണ്ട് വെറുപ്പിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയണം. തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ ഒരു അവസരം തരണം, അല്ലാതെ ബന്ധം വെറുപ്പെടുത്താൻ മാത്രം എനിക്ക് പറ്റില്ല. ഷർട്ടിൽ പിടിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് ശേഷം നെഞ്ച് തലവെച്ചവൾ കരഞ്ഞു. കരയാതിരിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും ഒന്ന് രണ്ട് കണ്ണീർ തുള്ളികൾ എൻ്റെ പിടിവിട്ടുപോയി. എടോ, തനിക്ക് ഇനിയൊരു ജീവിതമുണ്ട്, ചെറുപ്പമാ. പക്ഷെ അവർ കൂടേണ്ടെങ്കിൽ തനിക്കൊരു ബുദ്ധിമുട്ടാവും. പിന്നെ അതാ ഞാൻ അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. പെട്ടെന്ന് രാവിലെ ഇങ്ങനെ പറയുമ്പോൾ ചുമ്മാ ഒരു തമാശയാണെന്ന് കരുതി. പക്ഷെ അത് ഈ വക്കീൽ ഓഫീസിന് മുമ്പിൽ എത്തിച്ചപ്പോൾ എനിക്ക് വിശ്വാസം വരുന്നില്ല. ഇതാണ് എൻ്റെ ഏട്ടനെന്ന്, ഇന്നലെ കണ്ട ആളല്ലേ ഇന്ന്. ഇങ്ങനെ മാറാൻ മാത്രം എന്താ ഉണ്ടായത്? അതെങ്കിലും പറയുന്നോട്. ചുറ്റുമുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്കാണെന്ന് മനസ്സിലായപ്പോൾ പ്രിയ കാറിൽ കയറ്റി ഞാൻ വീട് പിടിച്ചു. അച്ഛാ, അമ്മയ്ക്ക് പനിയാണെന്ന് തോന്നുന്നു, അവിടെ ചടഞ്ഞൂടി ഇരിപ്പാ, ഒന്ന് വാ, വന്നു നോക്കൂ. ഉമ്മറത്തെ കസേരയിലിരുന്ന എൻ്റെ കയ്യിൽ പിടിച്ചവർ വലിച്ചു. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പനി പിടിക്കുമ്പോഴല്ലാതെ അവൾ ഒരിടത്തും അടങ്ങിയിരിക്കില്ല. എപ്പോഴും ഉണ്ടാവും എൻ്റെ കൂടെ, അല്ലെങ്കിൽ അവരുടെ കൂടെ. അവരെക്കാളും കുസൃതിയും കുടുംബവുമായിട്ട്. ലാൻഡ് ഫോൺ ബെല്ല് അടിക്കുന്നുണ്ട്. പ്രിയ എടുത്തു. ആ ഉണ്ട്, കൊടുക്കാം. ഏതൊരു സ്നേഹം വിളിക്കുന്നുണ്ട്, മൊബൈൽ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെന്ന്. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി. എടോ, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, ഒന്ന് വാ, എനിക്ക് തന്നെ ഹെൽപ്പ് വേണം. കുറച്ചധികം ഡ്രസ്സുണ്ട്, കൂടെ ആരുമില്ല, അതുകൊണ്ട് തന്നെ വന്നേ പറ്റൂ. ഇയാൾ വന്നിട്ട് ഞാൻ ഉള്ളിൽ കയറും, വേണം. തിടുക്കത്തിൽ തന്നെ കാറെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചു വരാൻ കുറച്ച് നേരം വൈകി. അതുകൊണ്ടാവാം കാത്തിരുന്ന കുട്ടികൾ ഉറങ്ങി. ഒരു ജോഡി ഡ്രസ്സ് അവിടെ അടുത്ത് വെച്ച് പ്രിയക്ക് നേരെ സാരി നീട്ടിയപ്പോൾ അത് തട്ടിത്തെറിപ്പിച്ച് എൻ്റെ മൊബൈൽ എനിക്ക് നേരെ നീട്ടി. ഓട്ടത്തിനിടയിൽ ഞാനത് മറന്നു വെച്ചു എന്ന് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതാണോ സ്നേഹ? ഉച്ചത്തിലുള്ള സ്വരം പതുക്കെ താഴ്ത്തി അവൾ കുട്ടികളെ നോക്കി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അവരുറങ്ങിയപ്പോൾ പതിയെ കഥകടച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒന്ന് രണ്ട് സെൽഫി ഫോട്ടോ എനിക്ക് നേരെ നീട്ടി. ഇതൊക്കെ എന്ന് എപ്പോഴെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇതാണോ ആ കാരണം? മിണ്ടാതെ അവളെ നോക്കി അങ്ങനെ നിന്നപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു. നാളെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി അയക്കും. കുട്ടികളെയും ഞാൻ കൂടെ കൊണ്ടുവന്നു. ഒന്നിനും ഞങ്ങൾ തടസ്സാവുന്നില്ല. ഒരു മരണ വീടെന്ന പോലെ അന്നത്തെ രാത്രി എന്നെ ഉറക്കിക്കളഞ്ഞു. കുട്ടികളെല്ലാം ഉത്സാഹത്തോടെ അമ്മ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നു. പ്രിയ ഒരു വാടിയ റോസാപ്പൂ പോലെ. അവരുടെ ബാഗ് എടുത്ത് അവളുടെ വീടിൻ്റെ പടി കയറുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ ഞാൻ കണ്ടു ഒരു ഇഷ്ടക്കേടിൻ്റെ തുടക്കം. നീ എൻ്റെ മരുമകനല്ല, മകനാണെന്ന് പറഞ്ഞ അച്ഛനും ഇന്ന് നിശബ്ദമായി എന്നെ നോക്കി നിൽക്കുന്നു. ചുറ്റും നിശബ്ദമായതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഞാൻ അന്യനായി എന്ന തോന്നൽ എന്നിൽ ഉണ്ടായി. മക്കളുടെ നെറ്റിയിൽ ഓരോ ഉമ്മ കൊടുത്തു. തിരിഞ്ഞ് ഞാൻ നോക്കിയില്ല. എനിക്കറിയാം പ്രിയ ഒരിക്കലും ചിരിച്ചുകൊണ്ടായിരിക്കില്ല അവിടെ നിൽക്കുന്നതെന്ന്. കണ്ണീരിൽ കറങ്ങി നിൽക്കുന്ന അവളെ കാണാനും എനിക്ക് തോന്നിയില്ല. മാഡം, ഈ മാസം പ്രൊഡക്ഷൻ പ്രോഫിറ്റ് ചാർട്ടുമാണ് ഈ ഫയലിൽ. ഇത് മെയിൻ്റനൻസ് അക്കൗണ്ട്സ്. ഇതൊന്ന് അപ്രൂവ് ആക്കി തന്ന അക്കൗണ്ട്സിലേക്ക് വിടായിരുന്നു. അന്തം വീട്ട് മാനേജറുടെ മുഖത്തേക്ക് നോക്കി അവളോട് അയാൾ ഇങ്ങനെ പറഞ്ഞു. സർ, കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രിയയുടെ പേരിലാണ്, അതുകൊണ്ട് ഇതിൻ്റെ ചാർജ് പ്രിയക്കാണ്. വീടെല്ലാം പൂട്ടിക്കിടക്കുന്നു, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. എവിടെ പോയെന്നറിയാൻ യാതൊരു വഴിയുമില്ല. ഒരു ഫാമിലി ഫ്രണ്ട് എന്ന നിലയിൽ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് വിധു. അവൻ എവിടെയാണെന്ന് അറിയോ? എനിക്കറിയില്ല മോളെ, എന്നാ പോവാ. ഇപ്പം തന്നെ പോയില്ലെങ്കിൽ താലികെട്ട് സമയത്തിന് എത്തിച്ചേരാൻ കഴിയില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന ചീത്തപ്പേരാവും. അമ്മ പരിഭവം പറഞ്ഞ് അവിടേക്ക് വന്നു. ബിസിയാണെങ്കിൽ പിന്നെ നോക്കിയാൽ മതി, ഞാൻ പിന്നെ വന്ന് കളക്ട് ചെയ്തോണ്ട്, അധികം വൈകരുത്. മാനേജർ അവിടുന്ന് അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി. താലി കെട്ടും അത് കഴിഞ്ഞുള്ള ഫോട്ടോ എടുപ്പും ഒന്ന് തല കാണിച്ച് അവിടെ മാറിയൊന്നു. പിന്നിൽ ആരോ തോണ്ടി വിളിച്ചു. എന്നെ അറിയോ? സ്നേഹ? ആഹാ, എൻ്റെ പേരെല്ലാം അറിയാല്ലേ. ഞാനിങ്ങനെ മറക്കും? എൻ്റെ താലി പൊട്ടിച്ച ആളല്ലേ, മരിച്ചാലും മറക്കില്ല, അത്ര കൊണ്ട് വെറുപ്പ്. എന്നാൽ എനിക്ക് ഇയാളോട് അസൂയാണ് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, അവനറിയുന്ന എല്ലാവർക്കും ഇയാളോട് അസൂയായിരിക്കും. എൻ്റെ കസിൻ്റെ വിവാഹം, അത് കഴിഞ്ഞിട്ടൊരു വിസിറ്റ്, അത് പ്രിയയുടെ വീട്ടിലേക്കാണ്. വിധു എൻ്റെ കൂടെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. തെറ്റിദ്ധരിക്കേണ്ട, പ്രിയ വിചാരിക്കുന്ന പോലെയുള്ള ബന്ധമൊന്നുമല്ല, ക്ലാസ്മേറ്റ് ആയിരുന്നു. പക്ഷെ ആ പരിചയം പുതുക്കലൊന്നുമില്ല അവൻ എൻ്റെ അടുത്തേക്ക് എത്തിച്ച്. ഡോക്ടർ കൃഷ്ണമൂർത്തി എൻ്റെ സീനിയറാണ്. അദ്ദേഹം അവനെനിക്ക് റെഫർ ചെയ്ത്. ഹസ്ബൻഡും ഞാനും കൂടി മൈസൂരിലൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. മരണം കൂടെയുള്ളവരെ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്ഥാപനം. മിക്കവരെയും ബന്ധുക്കൾ ഉപേക്ഷിച്ചു പോകുന്ന മട്ടിലാണ് അയാൾ കിട്ടാറുള്ളത്. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ കയറി വന്നത്.
ചിരിച്ചിട്ട് മാത്രം കണ്ടിട്ടുള്ള അവനെ പിന്നീട് കാണുമ്പോൾ ചിരിക്കാൻ മറന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളുടെ യോഗയും ചിരിമരുന്നൊന്നും അവനിൽ ഏൽക്കുന്നില്ല. അവൻ ഇന്നും നിങ്ങളുടെ ലോകത്താണ്. ഒരിക്കലും പ്രിയയിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ അവൻ ശ്രമിച്ചിട്ടില്ല. ഇയാൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതി കാണും. പാവം, നിങ്ങളാണ് അവനുള്ള മരുന്ന്. പിന്നെ ഡോക്ടർമാർക്കപ്പുറം വിധി എഴുതുന്ന ഒരാളുണ്ടല്ലോ മുകളിൽ. എന്നാ പോവല്ലേ, കാത്തിരിക്കുന്നുണ്ടാവൻ. പുറം ലോകത്തെ ഒരു ജനവാതിലിനെ മറ കൊണ്ട് നോക്കിക്കണ്ടവൻ പതിയെ തിരിഞ്ഞു. ഗൗരവം നിറഞ്ഞ മുഖത്ത് പുഞ്ചിരിയുടെ പൂക്കൾ വിരിഞ്ഞു. മക്കളെ കണ്ട ഒരച്ഛൻ്റെ സന്തോഷം വരികളിൽ ഒതുക്കാൻ കഴിയാതെ പോയി. കണ്ണുകളിൽ ഒതുക്കുന്ന സന്തോഷം കണ്ണീരായി പുറത്തു വരുമെന്ന് പറയുന്ന പോലെ അവളും അടുത്തു വന്ന് നെഞ്ചോട് തലവെച്ച് ഒരിത്തിരി കരഞ്ഞു. പെട്ടെന്നാണ് ദേഷ്യം വന്നു. സത്യത്തിൽ ദേഷ്യപ്പെടാൻ മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിച്ചിന്നുള്ളി അവൾ ആ ദേഷ്യം കുറച്ചൊക്കെ തീർത്തു. അവളുടെ മടിയിൽ തലവെച്ച് മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും വേറൊരു സ്വർഗത്തിലും കിട്ടില്ല. നമ്മുടെ സ്വർഗത്തിലെ താക്കോൽ അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് നഷ്ടപ്പെടുത്താനും സൂക്ഷിച്ചു വെക്കാനും നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ കരുതിയ പെണ്ണാണ് സ്നേഹയുടെ കയ്യിൽ നിന്ന് മരുന്നും മറ്റു വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഇനി മരുന്ന് മാറി തന്ന് ചത്താലും വേണ്ടില്ലെന്നാണ് എൻ്റെ ഉള്ളിൽ ഓർത്ത്. എന്തെങ്കിലും മാത്രം ചിരിക്കാൻ, ഞാനൊന്നും കാണുന്നില്ലെന്ന് കരുതണ്ട. അവൾ എന്നെ നോക്കി കണ്ണുരുട്ടി. ഒരുമിച്ചുള്ള യാത്ര അവർ വീണ്ടും തുടങ്ങുകയാണ്. ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര. മറ്റൊരാളുടെ സന്തോഷങ്ങളിലേക്ക് ക്ഷണിക്കാതെ കയറി ചെല്ലാൻ നമ്മൾ ഈ ശരി മടി കാണിക്കാറുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ കുത്തിന് പിടിച്ച് എന്നെ ചോദിക്കണം, അണയ്ക്ക് എന്താ ഇത്രയും വിഷമെന്ന്. ഇതൊന്നും ഇല്ലാതെ എന്ത് ജീവിതമാണ് പഹയായി ദുനിയാവിലെന്ന്.